മിനിമം +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരു നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഗ്നിവീർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ അപേക്ഷ ആദ്യ സമയത്ത് 21 വയസ്സ് വരെയായിരുന്നു അതിൻ്റെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ 22 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന രീതിയിലേക്ക് ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപേക്ഷ റീ ഓപ്പണും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപേക്ഷ ക്ലോസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ പറയട്ടെ, ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്, അതെങ്ങനെ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഓൾസോ ഇതിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത് ഈ മാസം മാർച്ച് 30 അതുപോലെ 31 ടൈമുകളിലാണ്. 10-ാം തീയതി നാളെ അപേക്ഷ തീരാനും പോവുകയാണ്. സോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇപ്പം പലരും പുതുതായിട്ട് അപേക്ഷിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ചുരുങ്ങിയ സമയം കിട്ടുന്നുള്ളൂ. വളരെ പെട്ടെന്ന് നിങ്ങൾ പഠനത്തിന് ഇമ്പോർട്ടൻസ് നൽകി ഇരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയാനായിട്ടുള്ളത്. സോ ഏജ് റിലാക്സേഷൻ 22 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട്. മുൻപ് 21 വയസ്സായിരുന്നു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 1 ജാനുവരി 2005 1 ജൂലൈ 2009 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഈ ഒരു ഡേറ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപേക്ഷ റീ ഓപ്പൺ ചെയ്തിട്ടില്ല. രജിസ്ട്രേഷനും അതുപോലെ തന്നെ ആപ്ലിക്കേഷനൊക്കെ റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യാം, അത് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിൽ നേരെ കയറി അപ്ലൈ ചെയ്താൽ മതി. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ 3 മാർച്ച് 2026 മുതൽ ഏകദേശം 10 മാർച്ച് 2026, അതായത് നാളെ വൈകുന്നേരം വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. നാളത്തേക്ക് വെക്കണ്ട, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇന്ന് തിങ്കളാഴ്ചയാണ്. വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. 2 നോട്ടിഫിക്കേഷനിലേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ 2 നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ 2 പോസ്റ്റുകളാണ് കേട്ടോ. അതായത് ഒന്നെന്ന് പറയുമ്പോൾ സയൻസ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാൻ പറ്റിയിട്ടില്ല, അതർ ദാൻ സയൻസ് സബ്ജക്റ്റ്. പിന്നെ സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ളതും ഈ 2 പോസ്റ്റുകളാണ് ഉള്ളത്. സയൻസ് ഇല്ലാത്ത പോസ്റ്റ് ആകുന്ന സമയത്ത് 50% മാർക്ക് നിങ്ങൾക്ക് വേണം. ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിലും 50% മാർക്ക് വേണം. ഡീറ്റെയിൽ വീഡിയോ താഴെയുണ്ട്. അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എങ്ങനെ പർച്ചേസ് ചെയ്യുക എന്നുള്ള കാര്യം കൂടി പറഞ്ഞുതരാം. സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ തന്നെ വാട്സപ്പ് ചാനലുണ്ട്, PDF-ൻ്റെ വാട്സപ്പ് ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ലഭിക്കും. അതിൽ എൻ്റർ ആവുക. എന്നിട്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരു സെർച്ച് ബാറൊക്കെ വരും. ഇവിടെയായിട്ട് നിങ്ങൾക്ക് സെർച്ച് എയർഫോഴ്സിൻ്റെ ഏതാണോ വേണ്ടത് സെർച്ച് ചെയ്താൽ മതി. എയർഫോഴ്സ് എക്സോ വൈയോ. എക്സ് എന്ന് പറയുമ്പോൾ സയൻസ് ഉള്ളത്, വൈ എന്ന് പറയുമ്പം സയൻസ് ഇല്ലാത്തവർ അപേക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യകതയില്ല. നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്രൂപ്പ് വൈ, അതുപോലെ മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ PDF, അതുപോലെ തന്നെ ഗ്രൂപ്പ് എക്സിൻ്റെ PDF. ഇതെങ്ങനെ വാങ്ങാമെന്നുള്ള കാര്യത്തിലേക്കും കൂടി കിടക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഞാനിത് ഓൾറെഡി പർച്ചേസ് ചെയ്തതാണ്. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലാണ് 3 ഫയൽസാണ് ഉണ്ടാവുക. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വ്യൂ ചെയ്ത് നോക്കാം. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ മറ്റെവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക. എന്തായാലും ഇവിടെ ഉണ്ടാകും, പക്ഷേ ഡൗൺലോഡ് ചെയ്ത് മറ്റെവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ പഠിക്കേണ്ട മെറ്റീരിയൽ ലഭിക്കും. എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നും കൂടി കാണിച്ചു തരാം. സോ അത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആക്കിയതാണ്. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇവിടെ ഞാൻ എക്സിൻ്റെ PDF വാങ്ങുന്ന ഒരു മെത്തേഡ് കാണിച്ചു തരാം. സോ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു പേജിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അന്ന് നമ്മൾ PDF ലോഞ്ച് ചെയ്ത സമയത്തുള്ള വീഡിയോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ ഇമെയിൽ ID എൻ്റർ ചെയ്യുക, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, ബൈ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ PDF-മായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 ഫയലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഏകദേശം ഡെമോ, മാക്സിൻ്റെ ഒരു ഡെമോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വൈഫൈ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. കാരണം നിങ്ങളുടെ മൊബൈൽ ഡാറ്റയിൽ മാത്രമേ, കാരണം നിങ്ങളുടെ മൊബൈൽ ഡാറ്റ എടുക്കുന്ന സമയത്ത് കൃത്യമായത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പം ഞാൻ കാണിച്ചതുപോലെ നമ്മുടെ PDF അവിടെ തന്നെ അവൈലബിൾ ആകുന്ന ഒരു മെത്തേഡൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം വരുന്നത്. ഇനി വൈഫൈ ഒക്കെ ആകുമ്പോൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ലിങ്കും ടീമിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അഗ്നിവീറിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് അഗ്നിവീറിന് അപ്ലൈ ചെയ്യേണ്ടത്. വളരെ പെട്ടെന്ന് യോഗ്യതയുള്ള താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട. +2 ആണ് വിദ്യാഭ്യാസ യോഗ്യത കേട്ടോ. +2 പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് താഴെയുണ്ട്. എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് അവിടുന്ന് +2-ൽ സയൻസ് ഉള്ളവർക്കും സയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം. അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് താഴ്ന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് 10-ാം തീയതി നാളെയാണ്. വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. പരീക്ഷാ ഡേറ്റ് വരുന്നത് ഈ മാസം 30, അതുപോലെ 31 തുടങ്ങിയ ഡേറ്റുകളിലായിരിക്കും. എയർഫോഴ്സിൻ്റെ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, മെഡിക്കൽ അസിസ്റ്റൻ്റ് ഉണ്ട്, MA ഉണ്ട്. ഇത്രയും പോസ്റ്റുകളാണ് നിലവിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ എക്സ് ആൻഡ് വൈ ഈ 2 പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ നടക്കുന്നത്. വീണ്ടും റീ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. മെഡിക്കൽ അസിസ്റ്റൻ്റ് ഇല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതിന് 2നും ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ പെട്ടെന്നാണ് പരീക്ഷയൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇതുപോലുള്ള അപ്ഡേറ്റുകൾ തുടർന്ന് ലഭിക്കാൻ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി.